ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് തീരം തൊടും. ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട്. ചെന്നൈ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. അതേസമയം ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഡിസംബർ 1 മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്, അതായത് നാളെ മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് തത്സമയം ചേരുന്നു. റഹീസ്, ഈ ഫിൻജാലിന്റെ ഒരു സഞ്ചാരഗതി അത് ചെന്നൈയിലേക്ക് തന്നെ അടുക്കുന്നു എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവന്ന അപ്ഡേറ്റുകൾ നൽകിയ സൂചനകൾ. അതിൽ ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? മാത്രമല്ല, ആ മേഖലയിൽ ഇപ്പോൾ തന്നെ ശക്തമായ രീതിയിൽ കാറ്റും മഴയുമുണ്ട്. അതിന്റെ തോത് എന്താണ്? ഒപ്പം തന്നെ മുൻകരുതൽ എങ്ങനെ? പ്രജിൻ, ഈ ഫിൻജാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഏറ്റവും അവസാനത്തെ വിവരവും ഇന്ന് രാത്രി ഫിൻജാൽ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഫിൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടും എന്നുള്ളതാണ്. അത് മഹാബലിപുരത്തിനും കാരക്കലിനും ഇടയിലാണ് തീരം തൊടുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഈ കാറ്റിന്റെ നിലവിലെ വേഗത മണിക്കൂറിൽ 10 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ അത്തരത്തിലാണ് കാറ്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധ്യത ഇല്ല എന്ന് വേണം നമുക്കൊരു സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നാണ്. കാരണം എങ്ങനെ പോയാലും ഒരു 10 മണിക്കൂർ കൂടി ഇനി ഈ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടാനായിട്ട് എടുക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലേക്ക് ഈ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടുന്നത് ഇന്ന് രാത്രിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. നിലവിൽ ചെന്നൈയിലും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ജില്ലകളിലുമൊക്കെ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ മഴ രാവിലെ മുതൽ ഉള്ളത്. ഒപ്പം തന്നെ ചെങ്കൽപ്പെട്ട് ഒക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഏതാണ്ട് വെള്ളക്കെട്ടാണ് ഒരുവിധം എല്ലാ പ്രദേശത്തും ഉള്ളത്. നിലവിൽ 7 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പുതിയ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ 7 ജില്ലകളിൽ റെഡ് അലർട്ട് പറയുമ്പോഴും ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, കാറ്റും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലാകില്ല കാര്യങ്ങൾ. ശേഷം വലിയ തോതിൽ കാറ്റും ഒപ്പം ശക്തമായിട്ടുള്ള മഴയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളൊക്കെ പൂർണ്ണ സജ്ജമായി ചുഴലിക്കാറ്റിനെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയ ഒരു അപകടങ്ങളോ അല്ലെങ്കിൽ വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാകാത്ത തരത്തിൽ ഈ ചുഴലിക്കാറ്റിനെ നേരിടാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കുറച്ച് സമയമായി മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സന്ധ്യയോടുകൂടി മഴ കൂടുമെന്നാണ് നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു ദൃശ്യങ്ങൾ. അത് എവിടെയാണ്, ഏത് മേഖലയാണ്? ഒപ്പം മറ്റൊരു കാര്യം, ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അത് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വിമാനങ്ങളൊന്നും ചെന്നൈ വഴി സർവീസ് നടത്തില്ല എന്ന് തന്നെയല്ലേ? പ്രജിൻ, ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ അടയാറിലാണ്. നമ്മൾ രാവിലെ ചെങ്കൽപ്പെട്ടിലായിരുന്നു. ഇപ്പോൾ ചെന്നൈയിലെ അടയാർ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ അല്പം താഴ്ന്ന പ്രദേശമാണ്, റോഡിനോട് ചേർന്ന പ്രദേശമാണ്. പക്ഷേ ഈ മെട്രോ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് റോഡിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും, ഒരു ബൈക്കിൻ്റെ പകുതിയൊക്കെ എത്തുന്ന തരത്തിലേക്ക് വെള്ളം ഇവിടെ ഉയർന്നിട്ടുണ്ട്. ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള പ്രവർത്തനങ്ങളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എത്ര വെള്ളം പമ്പ് ചെയ്താലും അതൊരു കാര്യമല്ലാത്ത തരത്തിലേക്ക് പോകും. നേരത്തെ ഈ എയർപോർട്ടിൻ്റെ കാര്യം ചോദിച്ചത്, എയർപോർട്ട് നിലവിൽ 7 മണി വരെയാണ് അടച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇന്ന് രാത്രി മുഴുവൻ എയർപോർട്ട് അടച്ചിടാനാണ് സാധ്യത. കാരണം റൺവേയിൽ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാന കമ്പനികളൊന്നും സർവീസ് നടത്താൻ തയ്യാറല്ല. നിലവിലെ സാഹചര്യത്തിൽ സർവീസ് നടത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ളതോ അല്ലെങ്കിൽ സുരക്ഷ ഉള്ളൊരു കാര്യം കൂടിയല്ല. അതുകൊണ്ട് വിമാന കമ്പനികൾ സർവീസ് നടത്താൻ നിലവിൽ തയ്യാറായിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഒരു ബൈക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ കഴിയും. ഒരു ആക്റ്റീവയുടെ ഏതാണ്ട് പകുതിയൊക്കെ ഇങ്ങനെ വെള്ളം കയറി ആ തരത്തിലേക്ക്. കാര്യം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചുഴലിക്കാറ്റിങ് എത്തിയിട്ടില്ല. അതിന് മുമ്പ് ചെന്നൈയിലെ പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയാണിത്. അത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് പലയിടത്തും രൂപപ്പെടുന്നുണ്ട്. ഒപ്പം നിലവിൽ ചെറിയ തോതിൽ ഈ ട്രെയിൻ സർവീസുകളൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഈ പാസഞ്ചർ ട്രെയിനുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. സമയം തെറ്റിയാണ് ഓടുന്നത്. എന്തായാലും മെട്രോ സർവീസുകളെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്ന് പറയാം. ഒപ്പം തന്നെ ഈ സർക്കാർ ബസ്സുകൾ, ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സുകളൊക്കെ
ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ പല മേഖലകളിലും വെള്ളക്കെട്ട് കാരണം ചില റൂട്ടുകളിലേക്ക് ഇത് ബസ്സിന് പോകാൻ കഴിയുന്നില്ല എന്നുകൂടി അറിയുന്നു. അങ്ങനെ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ടുള്ള കുറേ പ്രദേശങ്ങൾ എന്തായാലും ഇപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത്. ചെന്നൈയിലും തഞ്ചാവൂരിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളുണ്ട്. ചെങ്കൽപ്പെട്ടിലൊക്കെ മഴ കൂടുതലാണ് എങ്കിലും വലിയ വെള്ളക്കെട്ടൊന്നും ഉണ്ടായി വന്നിട്ടില്ല. പക്ഷേ ചെന്നൈയിലായിരിക്കും എന്തായാലും വെള്ളക്കെട്ട് കൂടുതൽ ബാധിക്കുക. പ്രജിൻ. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ വിശദാംശങ്ങൾ. ഇത് അടയാറിലാണ് ഇപ്പോൾ റഹീസ് ഉള്ളത്. അവിടെയുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ചെന്നൈ തീരം തൊടാൻ പോകുന്നതേ ഉള്ളൂ ഫിഞ്ചാൾ എന്ന സൈക്ലോൺ. പക്ഷേ ഒരു 7-8 മണിയോടുകൂടി തന്നെയായിരിക്കും അത് തീരം തൊടുക. അതിന് മുമ്പേ തന്നെ ശക്തമായ മഴയുണ്ട്. ആ സമയത്ത് എത്രയായിരിക്കും കാറ്റിൻ്റെ വേഗം എന്നുള്ളതിൽ ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ പ്രകാരം അതൊരു 60-70 കിലോമീറ്റർ വേഗത്തിലായിരിക്കും മണിക്കൂറിൽ വീശുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വാർത്തയിലേക്ക്.